നമസ്കാരം. പുതിയൊരു അധ്യയന വർഷം കൂടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കൊച്ചനുജന്മാരും അനുജന്മാരും ഒക്കെ പുതിയ പുതിയ ബാഗുകളും കുടകളും പുതിയ ചെരുപ്പും കുട്ടിയുടുപ്പും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വയനാട് ഏകതാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു 150 കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നൽകി അവരെ പുതിയ സ്കൂളിലേക്ക് യാത്രയാക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പ്രോഗ്രാം നടക്കുന്നത് സുൽത്താൻ ബത്തേരി ലയൺസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ സാറാണ്. വിശേഷ അതിഥിയായിട്ട് നമ്മുടെ ഹംസാനന്ദപുരി സ്വാമികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കുട്ടികൾ പോവുകയാണ്. ഇവിടെ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും ആ പഠനോപകരണങ്ങൾ നൽകുന്നത്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള കുട്ടികളുടെ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാഗുകളെല്ലാം അറേഞ്ച് ആയിട്ടുണ്ട്. ഈ ആ ബാഗിലേക്ക് അവർക്ക് ആവശ്യമായ ബുക്സുകളും പേനകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് ഇവിടെ പാക്ക് ചെയ്യാണ്. ഓരോ കുട്ടികൾക്കും നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏകതാ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ മേഖലകളിൽ സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഐശ്വര്യമാണ്, സമൂഹത്തിന്റെ യശസ്സാണ് പ്രധാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഏകോപിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നാം ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ പഠനോപകരണ കിറ്റ് വിതരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭാവി ആരാണെന്ന് ചോദിച്ചാൽ ഓരോ വീടുകളിലുള്ള പിഞ്ചു കുരുന്നുകളാണ്. ഏറ്റവും കൂടുതൽ ഈശ്വരന്മാരുള്ള ദൈവങ്ങളുള്ള സമാജമാണ് നമ്മുടേത്, അല്ലെ? ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങളുള്ള സമാജമാണ് നമ്മുടേത്. എന്തു തന്നെ ആലോചിച്ചാലും എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് മികവാണ് ഉള്ളത്. ഒന്നുമില്ലാത്തവരല്ല. ഒരു സത്യകുന്നം പോലെ വ്യത്യസ്തമായ പലഹാരങ്ങൾ, വ്യത്യസ്തമായ വിഭവങ്ങൾ എന്ന പോലെ അത്രയും കൂടുതൽ വൈവിധ്യമാണ് നമ്മുടെ. ഒരു തോട്ടമല്ല നമ്മൾ, ഒരു വനമാണ്. ഒരു വനത്തിൽ എന്താ ഇല്ലാത്തത്? തോട്ടത്തിലാണോ കാട്ടിലാണോ ശാന്തിയും സമാധാനം ഉള്ളത്? പറയൂ. വനത്തിലാണ്, അല്ലെ? തോട്ടം വെച്ച് പിടിപ്പിച്ച് ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുന്നവരുണ്ടോ? കാണാൻ കൊള്ളാം, ഒരേ പോലെ കാണും. ആദ്യത്തെ പഠനോപകരണ കിറ്റ് കുട്ടികൾക്ക് സമ്മാനിച്ചത് വിനായക ഹോസ്പിറ്റലിലെ സുമ ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടികളെ സ്കൂളിലേക്ക് യാത്രയാക്കാനുള്ള ഒരുക്കുപടികൾ നടന്നത്. സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള വിവിധ വ്യക്തികളെല്ലാം ഇവിടെ ഈ വേദിയിൽ നിന്ന് സന്നിധരായിരുന്നു എന്നുള്ളതാണ്. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം കുട്ടികൾക്ക് നൽകിയിരുന്നു. മാത്രമല്ല 2 മാസത്തെ വേനലവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെടുക്കുന്ന ആ ഉരുക്കുപിടികൾ നമുക്കറിയാലോ. നമ്മളും സ്കൂളിൽ പോയിരുന്ന കാലഘട്ടങ്ങളിൽ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സമയം, ആ മനസ്സിലെ സന്തോഷം, അതൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ ഓരോ കുഞ്ഞു കുട്ടികളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് ഇവിടെ എല്ലാവരും കൂടെ പങ്കുവെച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മീനങ്ങാടി നരനാരായണ ആശ്രമത്തിലെ മഠാധിപതി ഹംസാനന്ദപുരി സ്വാമികളുടെ അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ കുട്ടികൾക്ക് ലഭിച്ചിരുന്നു. അടുത്തത് അമരജിത്ത് ദേവരത്തിലേക്ക് എത്തിച്ചേർന്നുള്ള അമരജിത്തിനെയും രക്ഷിതാവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് സുധിന ദിനേഷ്. അഭിനവ് അജയ്. തേജസ് അഞ്ചുകുന്ന് വനമരം. പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. എല്ലാവരും ഒരു ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടത്.